ഒന്ന് ചുമ്മാതിരി അച്ചായ, ഇവിടെ ഇപ്പൊ ആര് വരാൻ? ആരെങ്കിലും കാണും. മതി മതി. പിന്നെ ഫുൾ പുല്ലാണ്, മൊത്തം പുഴുവാണ്. അയാളുടെ ഒരുമാതിരിയുള്ള നോട്ടവും വാ പൊളിച്ചുള്ള ആ നിപ്പും സഹിക്കാൻ പറ്റണല്ലോ കോശിച്ചായ. നീ അയാളെ നോക്കുന്നത് കൊണ്ടാണല്ലോ അയാൾ നിന്നെ നോക്കുന്നതായിട്ട് നിനക്ക് തോന്നുന്നു. ഇനിയിപ്പോ നീ അയാളെ പിടിച്ചു തിന്നുപോന്നാ എന്റെ പേടി. നോക്കിയിരുന്നില്ലെങ്കിൽ കള്ളപ്പൂച്ച കൊണ്ടുപോവേ. ഒന്ന് പോയെണീറ്റ്, ഒന്നിനും കൊള്ളൂല. നിക്കടി. നമ്മുടെ ബാങ്കിൽ ഒരു സ്റ്റാഫിൻ്റെ ഒഴിവുണ്ട്. നമ്മൾ സാധാരണ 25 ലക്ഷമാണ് വാങ്ങുന്നത്. അത് സ്റ്റാഫുകളെ ഷൈനിൻ്റെ മുഖത്ത് എന്താ ഒരു ടെൻഷൻ പോലെ. ഒരു കുഴപ്പമില്ല സാർ, ഞാൻ പോയിട്ട് വരാം. ഓ ശരി. അനിയ, ഇതൊരു ബാങ്കാണ്. താൻ ഇവിടെ ഇതിന്റെ മുമ്പ് കിടന്ന് ഞാൻ 2-3 പ്രാവശ്യം ശ്രദ്ധിക്കുകയാണ്. ഇതിന്റെ മുമ്പ് കിടന്ന് ഇവിടുത്തെ സ്റ്റാഫുകാരുടെ കറക്കുണ്ടല്ലോ. ഹൗ ഡെയർ ടു ഡു മീ ലൈക്ക് ദിസ്, യു സ്റ്റുപ്പിഡ്. താനൊരു ചുക്കും ചെയ്യില്ല. മുകളിൽ ആകാശം, താഴെ ഭൂമി, ഇതാണ് ലൈൻ. അവള് വന്നാൽ ഞാൻ കൊണ്ടുപോകും. തന്റെ ആരോട് ഇവിടുത്തെ പെൺകുട്ടി? വിജി, നമുക്ക് അക്കരോട്ട് നടന്നു പോവാം. അവിടെ നല്ല സ്ഥലമാണ്, സൂര്യാസ്തമനം കാണാം. കപ്പലിന്റെ കുറച്ച് അങ്ങനെ പോവാം. ഓക്കെ, എന്ത് മുടി തട്ടിക്കൊണ്ട് പോയി. നിനക്ക് മാത്രം എന്ത് ഇത്ര പ്രശ്നം? എന്താടാ എന്ത്? വല്ല കഞ്ചാവായിരിക്കും. നിനക്ക് എന്താ ഇത്ര ചൊറിച്ചില്? വല്ല ഉണ്ടെങ്കിൽ പറയടാ. സാറേ, ഇവ എന്തിനു സാറേ തട്ടിയിട്ട് പോയത്? എന്ത് പോലെ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തട്ടിട്ട് പോയി കണ്ടില്ലെന്ന് പറഞ്ഞ വലിയ കുഴപ്പം തന്നെ അല്ലേ? ചോദിച്ചിരുന്നു വാങ്ങിയാണ്. വാടാ, എന്തിന്റെ കുഴപ്പം? വാടാ. എന്ത് എന്താ ഞാൻ ഇടിക്കൂടെ പാട്ടി നിന്ന് ശരിയാക്കണം. ഓ, അയ്യോ സാറേ, സാറേ ഒന്ന് പിടിച്ചു മാറ്റേ. വാ സാറേ, എണീക്ക് സാറേ, നമുക്ക് പോവാം. അല്ല, ഇവരെന്തിനാ നമ്മളെ അടിച്ചത്? എനിക്കത് മനസ്സിലാവണില്ല. വാ, നമുക്ക് പോവാം. പോടാ, കൊള്ളാമല്ലോ. അല്ല, നിങ്ങളെല്ലാം കൂടെ എന്തിനാ നമ്മളെ അടിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ എന്തെങ്കിലും കിട്ടാനുണ്ടായിരുന്നോ ഒന്ന്? എന്നിട്ട് വെള്ളരിക്കാൻ പറ്റണോ? നമുക്കൊന്ന് മനസ്സിലാവണമെന്ന് വിചാരിച്ച. സ്വീകരിക്കണം.
ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇന്ന് 2 മണിക്കാണ് ആഡിറ്റ്. സ്റ്റാഫുകളെല്ലാം വരാൻ പറ. കൃത്യമായിട്ട് എല്ലാവരും വന്നിരിക്കണം. എന്താ സാർ? ജോണി, ആ റബ്ബർ പാലിന്റെ പൈസ കൊണ്ടുവന്നായിരുന്നോ? കൊണ്ടുവന്നു സാർ, ഇന്ന് രാവിലെ കൊണ്ടുവന്നു. പട്ടിയെ കുളിപ്പിച്ചോ? കുളിപ്പിക്കാം സാർ, ഇപ്പൊ തന്നെ. പട്ടിക്ക് പുഴുക്കടി പിടിക്കുമെന്നാണ് തോന്നുന്നത്. കണ്ട് നീ നല്ല ഇതുവരെ ആ സാഹചര്യം ഇതുവരെ കണ്ടില്ല. ഭവതിക്ക് ഇപ്പോഴായിരിക്കും സമയം കിട്ടിയത് എഴുന്നള്ള. സാറകത്തുണ്ടോ? ബസ് കിട്ടാൻ ലേറ്റ് സാറുണ്ട്, ആയിപ്പോയി. അങ്ങനെ കയറിക്കോട്. എന്താ സാഹചര്യം ലേറ്റ് ആയത്? സോറി സാർ. നീ ഇവിടുത്തെ ഹോം നേഴ്സ് ആണോ അതോ വീട്ടു ജോലിക്കാരിയാണോ അതോ ഞാനും ഇവിടുത്തെ ഇനി ജോലിക്കാരി? ആവർത്തിക്കത്തില്ല. സോറി സോറി. ഞാനും എടുത്തിട്ട് ഇത്രയും സമയമായി. പെട്ടെന്ന് ചായ ഇട്ടുണ്ടെന്നാണ്. രാജേന്ദ്ര ഇന്ന് ആടിറ്റുള്ള ദിവസമാണ്. സ്റ്റാഫുകളോടെല്ലാം വരാൻ പറ പെട്ടെന്ന്. കണക്കെടുത്ത് നോക്കി കണക്കെല്ലാം പരിശോധിച്ചു പോയി. അറിയാല, എല്ലാം ക്ലിയർ ആയിരിക്കും. അത് മൊത്തത്തിൽ എനിക്കും ബാധിക്കും. അതുകൊണ്ട് എന്നെ വെറുതെ ടെൻഷൻ അടിപ്പിക്കും. ഞാൻ പറയാൻ അങ്ങോട്ട് കേള്. അയ്യോ അയ്യോ ആ ജോണി, ജോണി എന്താ സാർ, എന്ത് പറ്റി? ശരീരം ആകെ വേർക്കുന്നല്ലോ. എന്തുപറ്റി സാർ? ഡോക്ടറെ വിളിക്കുന്നല്ലോ. നല്ല ടെമ്പറേച്ചറും ഉണ്ട്. കുത്തി വലിക്കും പോലെയുള്ള വേദന. പെട്ടെന്നാവട്ടെ. അതിന് നമ്പർ അതിൽ കാണണം, ബുക്കിൽ കാണണം. ഹലോ, ഒന്ന് വേഗം വരും മിൽസി. അയ്യോ സാറേ പതുക്കെ. സാറേ നീ അറിഞ്ഞ സാറിന് വയ്യാതായി ഡോക്ടറൊക്കെ വന്നിരിക്കുന്നു. നീ ഇതൊരു അറിഞ്ഞ? ഞാൻ എത്ര പ്രാവശ്യമായിട്ട് നല്ല വിളിക്കുന്നത് അറിയാമോ? ഞാനെങ്ങനെ അറിയാനാ? ഇവിടെ 100 കൂട്ടം പണിയല്ലേ. ഒരു 100 വട്ടമായി വിളിക്കുന്നത് തന്നെ. ഞാൻ കേട്ടില്ലായിരുന്നു. നീ ഒരു പെട്ടെന്നൊരു കാര്യം ചെയ്യ്, കുറച്ച് ചൂട് കൊടുത്തണ്ട പെട്ടെന്ന്. അപ്പൂപ്പ കളിച്ചിട്ട് വരാമേ. ഹായ് മോളെ, അതിങ്ങ് തരുവോ? അങ്കിൾ ഇത് കാണിച്ചു തരാം. തരുവോ? ആ, ഇങ്ങനെയാണ് എഴുതുന്നത്. ഹായ്, എല്ലാവരും ഉണ്ട്. ഹായ്, എല്ലാവരും ഉണ്ട്. ഹായ്, ബൈ ബൈ. ബൈ ബൈ. Thank you.